ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാനിതാ ലോങ് വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് എടുത്ത് വെച്ചിട്ട് കുറേ ആയി, പക്ഷേ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ക്ലാസ്സൊക്കെ തുടങ്ങിയതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം പോവുകയാണ് കേട്ടോ, എൻ്റെ ഉമ്മാനെയും വല്യമ്മനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ചിന്നത്ത, അതുപോലെ തന്നെ അത്തമ്മ, ഉമ്മ, താത്തയൊക്കെ കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ വടക്കഞ്ചേരി എത്തിയപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. നമ്മൾ ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്ത്, ഒരു 6:30 ആവുന്ന സമയത്ത് ഇറങ്ങിയിട്ടാണ് കേട്ടോ. അപ്പോൾ 7 മണി ആവുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വടക്കഞ്ചേരിയിൽ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. മസാല ദോശയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും മസാല ദോശയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ കയറി ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തായാലും പോണ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അസ്റ്റാർ മെഡിസിറ്റിയിലാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്, എറണാകുളം. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ചെറുതായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ, അവിടെ സെക്യൂരിറ്റിൻ്റെ കയ്യിൽ അവിടെ തന്നെ ഡ്രൈവർമാരും ഉണ്ട്. അവിടെ നമ്മൾ കീ കൊടുത്തിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അതാ ഉമ്മയും അതുപോലെ തന്നെ അത്തമ്മയും ചിന്നത്തെയും കൂടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പം ഞാനും എൻ്റെ താത്തയും കൂടെ ഞങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് കേട്ടോ, അവരിനെ കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ട് ഇനി നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണ സമയത്ത് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ക്യാൻറ്റീനിൽ നിന്ന് ഞാൻ എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തോ സ്നാക്സ് കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയും അതുപോലെ തന്നെ അത്തമ്മയൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ അത് നമ്മൾ പുറത്ത് വന്നിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിലെ എല്ലാ കാണിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാ നമ്മുടെ പ്ലേറ്റിലെ കറികളൊക്കെ അത് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ചോറ് മാത്രം വരാണ്ട്. അതിൻ്റെ കൂടെ ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് വിശന്നപ്പോൾ ഞാനിതെടുത്ത് കഴിച്ചു. എനിക്കിങ്ങനെ ഈ ചെറിയ ചെറിയ ചുട്ടിപ്പാത്രത്തിൽ കറികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഇതിൽ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാൽ ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മെട്രോയിലോട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഞാൻ മെട്രോയിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. ഉമ്മയും കയറിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറാൻ വേണ്ടി പോയി കേട്ടോ. ഇപ്പം നമ്മളിതാ മെട്രോയിൽ കയറാൻ വേണ്ടി പോവാണ്. ഇപ്പം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നടന്നാണ് കേട്ടോ പോകുന്നത്. കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങനെ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് ഇതാ നടന്ന് പോവുകയാണ് കേട്ടോ. നമ്മളൊരു അറ്റത്താണ് കേട്ടോ വണ്ടി കൊണ്ടിട്ടത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു ചാറ്റൽ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ആ ടൈമിൽ ഭയങ്കര തൊണ്ടവേദനയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല തൊണ്ടവേദനയായിരുന്നു കേട്ടോ. ഇനിതാ മെട്രോയിൽ കയറാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് മെട്രോയിൽ ചാടാൻ. വന്നിട്ട് ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമുക്ക് എത്ര പേരായിരുന്നു? 4 പേര്. 4 പേർക്കും 4 ടിക്കറ്റും മേടിച്ചിട്ട് നമ്മൾ മെട്രോയിൽ കയറാൻ പോയി. പിന്നെ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വല്യമ്മക്ക് നടക്കാൻ വയ്യാന്ന് വെച്ചിട്ട് വല്യമ്മ കാറിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 4 പേര് മാത്രമാണ് കേട്ടോ വന്നത്. മെട്രോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇറങ്ങിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കയറി കേട്ടോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും പോവുകയാണ് കേട്ടോ മെട്രോയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മെട്രോയിൽ പോകണത് തന്നെ. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ.
ലുലു മാളിൻ്റെ അവിടേക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി കേട്ടോ, ലുലു മാളിൽ അവിടെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ലുലു മാളിലോട്ട് പോയിട്ടോ. എൻട്രൻസ് മാത്രം കയറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വേറെ നമ്മൾ പോയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തമ്മ കാറിൽ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിട്ട് നമ്മൾ എൻട്രൻസ് മാത്രം വെറുതെ ഒന്ന് കയറിയിട്ട് നമ്മൾ വന്നു കേട്ടോ. ലുലുവിലൊക്കെ പോയി ഇപ്പം നമ്മൾ വടക്കഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചുടുവെള്ളം എടുത്ത് കുടിച്ചത്. എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞത് ഇഡ്ഡലിയായിരുന്നു നമ്മളെല്ലാവരും കഴിച്ചത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ മേടിച്ച് കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് ബൈ.